തെരുവ് നായ്ക്കളെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും പേടിയാണ്, എന്തൊരു ശല്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ആട്ടിപ്പായിക്കാറുണ്ടല്ലേ. ചിലർക്ക് പേടിയാണ്, മറ്റു ചിലർക്ക് ശല്യം തന്നെയാണ്. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുമല്ല ഈ തെരുവുനായ ആക്രമണങ്ങളെയൊക്കെ തന്നെയും. പക്ഷേ പശ്ചിമ ബംഗാളിൽ നടന്ന ഒരു സംഭവം അത് നമ്മളെ ഓരോരുത്തരെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. കാരണം പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലുള്ളവർക്ക് നമ്മൾ ഈ തെരുവ് നായ്ക്കളെ ഈ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, ശല്യമായിരുന്നു, പേടിയായിരുന്നു. പക്ഷേ ആ ഒരു ധാരണ കഴിഞ്ഞ ദിവസം കൊണ്ടങ്ങ് മാറുകയാണ്. കാരണം എന്താണെന്നറിയാവോ? കൊടും തണുപ്പിൽ അമ്മ ഉപേക്ഷിച്ചു പോയ പിഞ്ചു കുഞ്ഞിന് രാത്രി മുഴുവൻ ഈ തെരുവ് നായ്ക്കൾ കാവൽ നിന്നത് അവർ നേരിട്ട് കണ്ടതാണ്. ബാക്കി കാര്യങ്ങൾ ദേവിക രുക്മി നമ്മളെടുത്ത് പറയും. ദേവിക, നമ്മൾ ആദ്യം തന്നെ ഈ പല തെരുവുനായ ആക്രമണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത്രത്തോളം പ്രശ്നമായ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനെ ഒന്നും നിസ്സാരവൽക്കരിച്ചുകൊണ്ടല്ല നമ്മൾ ഈ പറയുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒന്ന് തന്നെയാണ്. ശരിക്കും തെരുവ് നായ്ക്കൾ പലപ്പോഴും ഇങ്ങനെ ഒരു കുഞ്ഞൊക്കെ മുന്നിൽ കിടക്കുന്നു, അപ്പോൾ തെരുവ് നായ്ക്കൾ ആക്രമിക്കുക എന്നുള്ള ഭയം ഒരുപക്ഷെ ആ നാട്ടുകാർക്കും ഉണ്ടാകും. പക്ഷേ ആ കുഞ്ഞിനെ രാവിലെ വരെ ആരെങ്കിലും ഒന്ന് അടുത്ത് വരുന്നിടം വരെ കാവൽ നിന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അത്ഭുതം തോന്നിക്കുന്ന എന്താണ് ഇതിനെക്കുറിച്ച് അറിയുന്നത്? അതെ, തെരുവുനായ്ക്കളുടെ ശല്യം ദിനം പ്രതി നമ്മൾ ഓരോ വാർത്തകളിൽ കൂടെ കേൾക്കുകയാണ്. തെരുവുനായ്ക്കളുടെ കടിയേൽക്കാതെ പുറത്തിറങ്ങാൻ സാധിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ നവദ്വീപ് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ റെയിൽവേ കോളനിയുടെ ശുചിമുറിയുടെ പരിസരത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ തന്നെ ഉപേക്ഷിച്ചു കടന്നു കളയുകയാണ്. അപ്പോൾ ആ കുഞ്ഞിന് ആ ഒരു രാത്രി മുഴുവൻ ഈ തെരുവുനായ്ക്കൾ ഒരു സുരക്ഷാ വലയം ഒരുക്കി കൂട്ടിരുന്നു. ശരിക്കും നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ശരിക്കും നടന്ന ഒരു കാര്യം തന്നെയാണ്. രാധ എന്നൊരു സ്ത്രീ രാവിലെ ഈ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ശരിക്കും ഇവർ അമ്പരന്ന് പോകുന്നുണ്ട്, എന്താണ് സംഭവിക്കുന്നത്. കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവർ വിളിച്ചു കൂട്ടുന്നു, പോലീസ് എത്തുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ശരിക്കും ആ ഒരു തെരുവ് നായ്ക്കൾ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാതിരുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തെരുവ് നായ്ക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞവരുടെ ആ ഒരു ക്രൂരത എന്തായാലും ആ നായ്ക്കൾ ആ കുഞ്ഞിനോട് കാണിച്ചില്ല. നായ്ക്കൾ ഉണ്ടായത് കൊണ്ടാണ് ആ കുഞ്ഞിന് മറ്റുള്ള അപകടങ്ങളൊന്നും സംഭവിക്കാതെ ആ കുഞ്ഞ് ആ ഒരു നേരം പുലരുന്നവരെ സുരക്ഷിതമായിട്ട് ഇരുന്നത്. എന്തായാലും കുഞ്ഞ് ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, ചികിത്സയിലാണ്, ആശുപത്രിയിലാണ്. എന്തായാലും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ആരാണ് എന്നൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. ശരി, ആ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ആശ്ചര്യത്തോടു കൂടി സമീപിക്കുമല്ലേ. ഇത്രയും കുഞ്ഞിന് ഇത്രയും നേരം ആ തെരുവ് നായ്ക്കൾ കാവലിരുന്നല്ലോ, പ്രത്യേകിച്ച് അതിനെ ആക്രമിക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അത്ഭുതമുള്ളൊരു കാര്യം തന്നെയാണ്. ദേവിക ഇടയ്ക്ക് പറഞ്ഞതും കാര്യമാണ്. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാണിച്ച ഒരു ക്രൂരതയൊന്നും ആ തെരുവ് നായ്ക്കൾ കാണിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി.